വോട്ടിന് നോട്ടോ വോട്ടിന് കുപ്പിയോ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇവിടെ ആവശ്യമില്ലാതെ ജാതി മത വിദ്വേഷങ്ങൾ ആര് പരത്താൻ ശ്രമിച്ചാലും അത് ഇവിടെ ചെലവാകും. അല്ല, നല്ല പോളിംഗ് ഉണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ നീണ്ട ക്യൂ കാലത്തൊക്കെ ഉണ്ടായത്. ഇപ്പം ഞാൻ ഊട്ടിയുടെ 110ാമത്തെ ബൂത്ത് സാധാരണ ഞാൻ മാത്രമാണ് വോട്ട് ചെയ്യാൻ ഉണ്ടാവാറുള്ളത്. ഇത്തവണ ഏതാണ്ട് അരമണിക്കൂറോളം ഞാൻ തന്നെ ക്യൂവിൽ പോകും. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വൻപിച്ചൊരു ജനമുന്നേറ്റം എന്ന് പറയുന്നത്. ഈ മണ്ഡലത്തിൽ ആരോപണം ഇല്ല, അതൊന്നും ഇവിടെയൊക്കെ എല്ലാവരും പട്ടിയൂർക്കാവിലൊക്കെ എല്ലാ മതസ്ഥരും വളരെ ഐക്യത്തോടുകൂടെ ജീവിക്കുന്ന ഒരു നാടാണ്. ഇവിടെ ആവശ്യമില്ലാതെ ജാതി മത വിദ്വേഷങ്ങൾ ആര് പരത്താൻ ശ്രമിച്ചാലും അത് ഇവിടെ ചെലവാകും. കഴിഞ്ഞ ദിവസം പാലക്കാടുണ്ടായ സംഭവം അല്ലാതെ ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത കാര്യങ്ങളാണ്. ജനാധിപത്യം നിലനിൽക്കണം. അതിന് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും. അതിനവരെ ഒരിക്കലും അതിൻ്റെ പേരിൽ ഒരു എന്താ പറയണ്ടേ സാമ്പത്തിക ആരോപണം ഉണ്ടാവാൻ പാടില്ല. വോട്ടിന് നോട്ടൊരു പരിഹാരമല്ല, അത് തെറ്റാണ്. ആര് ചെയ്താലും അത് തെറ്റാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉചിതമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വോട്ടിന് കുപ്പി ഒരു പരിഹാരമാകോ നിയമത്തിന്? അങ്ങനെ ഒരു ഞാൻ പറയാം, വോട്ടിന് വോട്ട് തന്നെയാണ്. വോട്ടിന് നോട്ടോ വോട്ടിന് കുപ്പിയോ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, പത്മജ വേണുഗോപാല് വിജയിക്കുമോ എന്ന് തോന്നുന്നു? തൃശ്ശൂർ UDF ജയിക്കും. തൃശ്ശൂർ UDF ജയിക്കും. വോട്ട് ചെയ്തു ആറ്റുവട്ടിർക്കാവ് ആര് റിസൾട്ട് അറിയണമെങ്കിൽ 4-ാം തീയതി നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിപ്പോ ഞാൻ പറഞ്ഞാൽ എന്റെ രാഷ്ട്രീയം മനസ്സിലാവും അല്ലേ? കുഴപ്പമില്ല, നല്ലതായിരുന്നു. 5 വർഷം കഴിഞ്ഞ് 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് 5അല്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷം തുടർച്ചയായിട്ട് ഇപ്പം LDFന്റെ ഭരണത്തിലുണ്ടായിരുന്ന കുറെ നമുക്ക് അറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെയാണ്. പിന്നെ എന്താ പറയാ, നമുക്ക് ഇവിടെ നേരത്തെ ഇപ്പോഴാണ് ഈ അടുത്ത കാലത്ത് തുടർത്താതെ ഈ 10 വർഷമാണ് ഇങ്ങനെ ഒരു തുടർഭരണം ഉണ്ടായിരുന്നത്.
ചിലപ്പോ ഇപ്പൊ അത് മാറാം ചേട്ടാ, സാധ്യതയുണ്ട്. നമുക്ക് 5 വർഷത്തിൽ ഒരിക്കൽ കിട്ടിയ ഒരു അവസരമാണല്ലോ ഇത്. അതെ. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മള് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അതിനുള്ള നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ഘടകങ്ങൾ ഉണ്ടാവുമല്ലോ, അത് കുറച്ച് കാരണങ്ങള്. അങ്ങനെയാണെങ്കിൽ ചേട്ടനോട് ഒരു വോട്ടറിനോട് ചോദിക്കുമ്പോ ആ ഒരു കാരണം എന്തായിരിക്കും? നമുക്ക് ഈ ഘടകങ്ങളും കാരണങ്ങളും നമുക്ക് പറയാനേ പറ്റുള്ളൂ. ഇതൊന്നും ഇതിപ്പോ ഇത് മാറിയാലും അല്ലെങ്കിൽ ഇത് തുടർന്നാലും ഈ കാര്യങ്ങളൊക്കെ വോട്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ജനം എന്നുള്ള രീതിയിൽ വളരെ വളരെ കുറവാണ് പ്രാവർത്തികമാകുന്നത്. സത്യമായിട്ടുള്ള കാര്യം 100% സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു ലെസ് ദാൻ 5% ഒക്കെ അവിടെ ഇവിടെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതല്ലാണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കിട്ടാറില്ല. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനുള്ള ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ ഉള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടാറില്ല. വളരെ നഗ്നമായ സത്യമാണത്. എത്ര തവണ വോട്ട് ചെയ്ത് കാണും? എത്ര തവണ വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പം 40 വയസ്സായി. 18 വയസ്സ് തുടങ്ങിയ മുതൽ വോട്ട് ചെയ്യണം. ഇതുവരെ ഒരു വോട്ടും മുടക്കിയിട്ടില്ല. എല്ലാ വർഷവും നമ്മൾ പ്രതീക്ഷയോടെ വോട്ട് ചെയ്യുന്നു. അപ്പൊ ഇത്രയും വോട്ട് ചെയ്തിട്ട് ചേട്ടന് കിട്ടുന്ന ഒരു നിഗമനമാണല്ലോ ഇത്. അതായത് നമ്മൾ ഒരു പുതിയ വോട്ടർമാരോട് എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു കാരണമില്ലാതെ, അതായത് ഇപ്പൊ ഒരു വ്യക്തിയെ നോക്കിയിട്ട് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം നോക്കിയിട്ട്, അല്ലെങ്കിൽ പാർട്ടി നോക്കിയിട്ട്, അങ്ങനെ പല വ്യത്യസ്ത കാരണങ്ങൾ നോക്കിയിട്ടാണല്ലോ വോട്ട് ചെയ്യുന്നത്. അപ്പൊ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് ഉപദേശം കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം ഇവിടെ ഇല്ല, അതുകൊണ്ട് കാര്യമില്ലെന്നാണോ? അങ്ങനെയല്ല. നമ്മളിപ്പോ വോട്ട് ചെയ്യുമ്പോഴത്തേന് ശ്രദ്ധിക്കുക, രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്, വ്യക്തമായിട്ട് രാഷ്ട്രീയം ഉണ്ടാകും. പക്ഷെ ആ രാഷ്ട്രീയത്തിൽ ചെയ്യുന്ന അജണ്ടകൾ, അതിൽ വരുന്ന അജണ്ടകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കേസ് എന്താ പറയുക, യുവജനങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുക. വിദ്യാഭ്യാസവും വിവരവുമുള്ള, അല്ലെങ്കിൽ 10 പേരോട് സംസാരിക്കാൻ കഴിവുള്ള, ഇപ്പൊ ഒരു നമ്മുടെ ലോക്കൽ ചാനൽ മലയാളം ചാനൽ വന്ന് സംസാരിച്ചു, ഒരു ഇംഗ്ലീഷ് ചാനൽ വന്ന് സംസാരിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ വേറൊരു ഭാഷയുടെ ചാനലുകാർ സംസാരിക്കുമ്പോൾ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിവുള്ള ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുക. ഒരു പ്രായപരിധി വെക്കുക. ഒരു എന്താ പറയുക, ഇപ്പൊ ഇവിടെ ഞാനത് കുറ്റമായിട്ട് പറയണല്ല, ഒരു ജസ്റ്റ് ചെറിയൊരു അഭിപ്രായം പറയണം. ഇവിടുത്തെ കൗൺസിലറാണ് ഇപ്പൊ ഇവിടെ BJPയുടെ കാൻഡിഡേറ്റ് നിൽക്കുന്നത്. അവരത് കൗൺസിലർ സ്ഥാനം രാജിവെച്ചോന്ന് എനിക്കറിയില്ല. അവരിവിടെ ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് രാജിവെക്കും. പക്ഷെ അവർ അങ്ങനെ ഒരു മത്സരത്തിൽ നിൽക്കുമ്പോഴത്തേന് അവരത് കൗൺസിലർ സ്ഥാനം രാജിവെച്ചിട്ട് വേണം അവർ മത്സരിക്കാനായിട്ട് നിൽക്കാനായിട്ട്. 2 വെള്ളത്തിൽ കാല് ചവിട്ടിയാണ് നിൽക്കേണ്ട ആവശ്യമില്ല. അത് മത്സരിച്ചിട്ട് അവർ സധൈര്യം ഇതിൽ പങ്കെടുക്കാം. അപ്പൊ അവരെന്ന് പറയുന്നോണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആരോട് XYZ ആരായിരുന്നാലും അങ്ങനെ വേണം ചെയ്യാനായിട്ട്. പിന്നെ ഒരു ഏജ് വെക്കുക. ഇത്ര ഏജിന് അപ്പുറത്തുള്ള യുവജനങ്ങൾ വരണം, സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ളവർ വരണം. അതാണ് എന്റെ അഭിപ്രായം.